ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ വലിച്ചെറിയുന്ന കുറച്ച് സാധനത്തിൽ നിന്ന് നമുക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കാം. വേറെ ആരുമല്ല, ഈ മെഡിസിൻ ബോട്ടിലിൻ്റെയൊക്കെ ക്യാപ്പുകൾ ഉണ്ടാവുമല്ലോ, അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഒരു ക്യൂട്ട് ഡസ്റ്റ് ഡെക്കോർ കാണിച്ചു തരാം. ഇതുപോലെ സ്റ്റിക്കർ ഞാൻ ഇന്നലെ ഷോർട്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റിക്കർ തന്നെ എടുത്തിട്ടുണ്ട്. ഒരു റാബിറ്റ് ക്യാരറ്റൊക്കെ പിടിച്ച് നിൽക്കുന്നത്. എന്നിട്ട് ഇത് ഇതുപോലത്തെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള നമ്മുടെ മെഷർമെൻറ്റ് കപ്പ് ഉണ്ടാവുമല്ലോ മെഡിസിൻ്റെ, ഇതുപോലെ നൊട്ടിച്ചു കൊടുത്ത് നമുക്ക് ക്യൂട്ട് ഡസ്റ്റ് ഡെക്കോർ ആയിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു കുഞ്ഞു ക്യാപ്പ് വെച്ചിട്ട് ഒരു ഓർഗനൈസർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം, അതാണല്ലോ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. സോ സെക്കൻഡ് വൺ ഒരു ഓർഗനൈസറാണ്. ഇതുപോലെ ഒരു ക്യാപ്പ് എടുത്തിട്ടുണ്ട്. ഒന്ന് ക്യൂട്ടാക്കാൻ ചെറിയൊരു സ്റ്റിക്കർ ഒട്ടിച്ചു. ഇനി ഇതിൽ നമുക്ക് നമ്മളെ റിങ്, അതുപോലെ ഈ പിന്നുകൾ, പിന്നെ പേപ്പർ പിന്ന്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതിൽ കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കുഞ്ഞ് ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഐഡിയാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വൈറ്റ് ക്യാപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതിലൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാ ഷോളിൽ കുത്തുന്ന പിന്ന് ഉപയോഗിച്ചിട്ടാണ് ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് സൈസിൽ വേണം. അതായത് നമ്മളൊരു കീ ചെയിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കീ ചെയിൻ്റെ ഹോൾ കയറാൻ പാകത്തിൽ ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഹാങ് ചെയ്യുക. എന്നിട്ട് ഇത് ഒന്ന് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കർ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്ത് എടുക്കുക. ഇതിൻ്റെ ബാക്ക് ഭാഗം കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പേപ്പർ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ബാക്കും നീറ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല. ആൻഡ് നെക്സ്റ്റ് വൺ ഒരു ഡെസ്ക് ഡെക്കോർ തന്നെയാണ്. അപ്പോൾ ആദ്യം ഞാൻ എടുത്ത സ്റ്റിക്കർ ഒന്ന് മാറ്റിയിട്ട് ഈ ഒരു ഫ്ലവർ സ്റ്റിക്കർ എടുത്തു. അപ്പോൾ ആദ്യം ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് ഒട്ടിക്കാൻ നോക്കിയതാണ് സംഭവം. പക്ഷേ നൈസായിട്ട് ഇതേ പാളി. സോ പ്ലാൻ ബി നോക്കാം. കത്തി വെച്ചിട്ടൊരു ഹോൾ ഇട്ട് കൊടുത്തു. എൻ്റെ കത്തി കാണാത്തതുകൊണ്ട് ഞാൻ കത്രിക ചൂടാക്കിയിട്ടാണ് ഹോൾ ഇട്ട്, അതുകൊണ്ടാണ് ബ്ലാക്ക് കളർ കേട്ടോ. ഇനി എന്താ കയ്യിലുള്ള സ്റ്റിക്കർ അതിലോട്ടൊന്ന് ഇറക്കി കൊടുക്കുക. അപ്പോൾ അതൊരു ഡെസ്ക് ഡെക്കോറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് വൺ നമ്മളൊരു വാൾ ഹാങ്ങിങ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ക്യാപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അതിലൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ സേഫ്റ്റി പിന്നാണ് കേട്ടോ ചൂടാക്കിയത്. പക്ഷെ അത് വേണ്ട, കാരണം നമുക്ക് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. കാരണം കൈ ചൂടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കയ്യിലുള്ള ഒരു ഡിവൈഡർ ഉണ്ടായിരുന്നു, അത് ചൂടാക്കിയിട്ട് പിന്നെ അത് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കുക. പപ്പടക്കോലൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ബെസ്റ്റ്. പിന്നെ ഞാൻ ഇതുപോലെ ഒരു മാസ്ക് എടുത്തിട്ടുണ്ട്. ഈ മാസ്കിലെ മുകൾ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ മൂക്കിൻ്റെ ആ ഭാഗത്ത് വരുന്നത്, അതിങ്ങനെ നമുക്ക് അറിയാമല്ലോ, നമുക്ക് അങ്ങോട്ട് ഫ്ലെക്സിബിൾ ആണല്ലോ, ആ ഒരു സംഭവമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതൊന്ന് കീറിയിട്ട് ആ ഒരു സംഭവം മാത്രം എടുക്കുന്നുണ്ട്. കൊറോണ സമയത്ത് വീട്ടിൽ വാങ്ങി വെച്ചിട്ടുള്ള കുറച്ച് മാസ്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെയും ഉപകാരം ഉണ്ടാവുമെന്ന് ഇപ്പോഴാണ് അറിയണത്. എന്നിട്ട് അതിൻ്റെ രണ്ടറ്റങ്ങളും ആ ഹോളിലൂടെ കയറ്റി കൊടുക്കണം. എന്നിട്ട് ആ തമ്പ് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ വലിച്ചാൽ ഇങ്ങോട്ട് പോരാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ആക്കി കൊടുക്കുക. ഈ ഒരു ഐഡിയ എൻ്റെ സ്വന്തം ഐഡിയ ഒന്നും അല്ല കേട്ടോ, ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടതാണ്. അപ്പോൾ ആ ഉള്ളിലെ രണ്ടറ്റം നന്നായിട്ട് ആക്കി കൊടുക്കണം, വലിച്ചാൽ അങ്ങോട്ട് പോരാത്ത പോലെ. പിന്നെ താഴത്തെ ഭാഗം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നേരെ ലെവലാക്കി കൊടുക്കുക. ഇനി ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റിക്കർ ഒട്ടിക്കാം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ച സ്റ്റിക്കർ ഉണ്ടായിരുന്നു, ഒരു ഹെലോ കിറ്റിയുടെ, അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് പോർഷൻ ഹുക്കാക്കിയിട്ട് നമുക്ക് വളച്ചെടുക്കണമല്ലോ, അപ്പോൾ അതങ്ങനെ വളച്ചെടുക്കുക. എന്നിട്ട് ഇനി ഇതിൻ്റെ ഉൾഭാഗത്ത് നമുക്കിത് ഡയറക്റ്റ് വേണമെങ്കിൽ ഗ്ലൂ ഗൺ ആക്കിയിട്ട് വോളിലോട്ട് ഒട്ടിക്കാം. പക്ഷേ ഞാനിപ്പോൾ ഗ്ലൂ ഗൺ ആക്കുന്നില്ല. അതിന് പകരം ഇതുപോലെ ഒരു കവർ വെച്ചിട്ട് ഒരു ഡബിൾ സ്റ്റിക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. ഗ്ലൂ ഗൺ ആവും ബെസ്റ്റ്, പക്ഷേ ഞാൻ വീഡിയോ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ്. എന്നിട്ട് വോളിലോട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹാങ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നൊരു കമൻറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.